തിരുവനന്തപുരം മുട്ടട വാർഡിൽ വൈഷ്ണയ്ക്ക് മത്സരിക്കാം. ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിറക്കിയിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കും. പേര് റദ്ദാക്കിയ നടപടി റദ്ദാക്കിയിരിക്കുകയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. വലിയ നിയമ പോരാട്ടത്തിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, വൈഷ്ണയ്ക്ക് മത്സരിക്കാം? തീർച്ചയായിട്ടും പൂജ, വലിയ അസാധാരണമായ നിയമ പോരാട്ടങ്ങളിലേക്കാണ് ഒരു മുട്ടട വാർഡിലെ ഒരു മത്സരം പോയി നിന്നത്. അതിനൊടുവിൽ ഇപ്പോൾ ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഹിയറിംഗ് ഇന്നലെ വിളിച്ചിരുന്നു. വൈഷ്ണയും അതോടൊപ്പം തന്നെ പരാതിക്കാരനെയും എല്ലാം വിളിച്ച് കാര്യങ്ങൾ വിശദമായി തന്നെ തിരക്കിയിരുന്നു. ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം വന്നതിന് പിന്നാലെയാണ് വീണ്ടും ഹിയറിംഗ് നടത്തി കാര്യങ്ങൾ ഇപ്പോൾ ഈ രീതിയിൽ തീരുമാനിച്ചിരിക്കുന്നത്. വൈഷ്ണയ്ക്ക് ഏതായാലും മുട്ടട വാർഡിലെ മുട്ടട വാർഡിൽ മത്സരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ തീരുമാനമായി വന്നിരിക്കുന്നത്. നാളെ ഏതായാലും ഈ വിഷയം കോടതിയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിക്കും. കോടതിയിൽ നിന്നും കൃത്യമായ നിർദ്ദേശമുണ്ടായിരുന്നു ഇന്ന് ഇത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തുക. അതോടൊപ്പം തന്നെ 20-ാം തീയതി കോടതിയിൽ ഈ വിഷയം വരുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൃത്യമായ നിലപാട് കോടതിയെ അറിയിക്കുക എന്നുള്ളതായിരുന്നു നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ ഏതായാലും ഈ ഒരു തീരുമാനത്തിലേക്കാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരിക്കുന്നത്. 5-ാം നമ്പർ ബൂത്തിൽ, മുട്ടട വാർഡിലെ 5-ാം നമ്പർ ബൂത്തിൽ വൈഷ്ണയ്ക്ക് വോട്ട് ചെയ്യാം. ഒപ്പം തന്നെ ഈ മത്സര രംഗത്ത് മത്സരിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ ഏതായാലും അറിയിച്ചിരിക്കുന്നത്. ഏതായാലും വലിയ വിവാദമാണ് ഇതിന് പിന്നാലെ ഉണ്ടായത്. വൈഷ്ണയുടെ ഈ സ്ഥാനാർത്ഥവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് വലിയ രീതിയിൽ ഒരു പ്രതിരോധത്തിലായിരുന്നു. ഒപ്പം തന്നെ വലിയ വിവാദം ആയിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ തന്നെ ഒരു ശ്രദ്ധാകേന്ദ്രമായ വാർഡായി മുട്ടട മാറുന്ന ഒരു സ്ഥിതിയും ഉണ്ടായി. ഏതായാലും അതിവാശിയേറിയ ഒരു മത്സരം അവിടെ നടക്കുമെന്ന കാര്യത്തിലും സംശയമില്ല. കാരണം ഇത്രത്തോളം വലിയ പ്രശ്നങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടായ ഒരു സ്ഥലം കൂടിയാണ് അത്. CPM-നെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു സിറ്റിംഗ് വാർഡാണ്. നേരത്തെ മേയറായിരുന്ന K. ചന്ദ്രിക ഉൾപ്പെടെയുള്ള മുതിർന്ന ആളുകൾ ജയിച്ച ഒരു വാർഡാണ്, സിറ്റിംഗ് വാർഡാണ്. അവിടെയാണ് കോൺഗ്രസ് ഒരു യുവ സ്ഥാനാർത്ഥി എന്ന തരത്തിൽ വൈഷ്ണയെ അവതരിപ്പിച്ചത്. പക്ഷെ അതിനു മുമ്പ് തന്നെ CPM ഈ വോട്ടർ പട്ടികയിലുള്ള പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ വൈഷ്ണയുടെ വിലാസത്തിലുള്ള പ്രശ്നം, അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിലേക്ക് വരെ നിയമ പോരാട്ടങ്ങൾ എത്തി. അതിന് ഒടുവിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു അനുകൂലമായ തീരുമാനം തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് വന്നിരിക്കുന്നത്. നാളെ ഏതായാലും കോടതിയെ അറിയിക്കും. AK സ്റ്റെഫനാണ് വിവരങ്ങൾ നൽകിയത്. അമൽ തേനമ്പറമ്പിൽ കൂടി വിവരങ്ങളുമായി തുടരുന്നുണ്ട്. അമൽ, പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ്. ഹൈക്കോടതി കയറിയ ഒരു വിഷയമാണ്. വലിയ നിയമ പോരാട്ടത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. പല കാര്യങ്ങളും ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും വൈഷ്ണയെ അനുകൂലിച്ചുകൊണ്ട് നിർണായകമായ നിർദ്ദേശങ്ങളാണ് വന്നിട്ടുള്ളത്. ഇതിപ്പോൾ മത്സരിക്കാം എന്ന് പറഞ്ഞതോടുകൂടി ശക്തമായ ഒരു പോരിലേക്ക് കൂടി ആ ഇടം മാറുകയാണ് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ ഇനി എങ്ങനെയായിരിക്കും? വൈഷ്ണയുടെ പേര് സ്ഥാനാർത്ഥി പട്ടികയിൽ ഉൾപ്പെടുത്തിയതിൽ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി CPM-ന്റെ പ്രാദേശിക നേതാവാണ് പരാതി നൽകിയിരുന്നത്. ഈ പരാതി അംഗീകരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ, കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ആ പേര് വെട്ടിമാറ്റുന്ന അവസ്ഥയുണ്ടായി. പിന്നീട് വന്ന കരട് വോട്ടർ പട്ടികയിൽ വൈഷ്ണയുടെ പേര് ഉണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരു തീരുമാനം വൈഷ്ണയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഏതായാലും ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതിയിൽ നിന്നും അനുകൂലമായ പരാമർശങ്ങൾ പലതും ഉണ്ടായി. 19-ാം തീയതിയിൽ തന്നെ തീരുമാനം ഉണ്ടാകണം എന്നുള്ളതായിരുന്നു കോടതി പറഞ്ഞിരുന്നത്. കോടതി പറഞ്ഞ സമയം ഇന്ന് അവസാനിക്കുകയാണ്. നാളെ കോടതിയിൽ കേസ് പരിഗണനയ്ക്ക് വരും. ആ സമയത്ത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കോടതിയെ വിവരങ്ങൾ അറിയിക്കും. എന്താണ് തീരുമാനം എന്നുള്ള കാര്യം അറിയിക്കും. വൈഷ്ണയെയും അതോടൊപ്പം തന്നെ പരാതിക്കാരനെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വിവരങ്ങൾ അറിയിക്കും എന്നുള്ള കാര്യം ഇന്നലെ കമ്മീഷനിൽ ഹിയറിംഗിന് ഹാജരായ സമയത്ത് വൈഷ്ണയോടും പരാതിക്കാരനോടും ഈ കമ്മീഷൻ ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു. എന്തായാലും വൈഷ്ണയ്ക്ക് മത്സരിക്കാം, വൈഷ്ണയുടെ പേര് പട്ടികയിൽ ഉൾപ്പെടുത്തും എന്നുള്ള വിവരം ഇതിനോടകം തന്നെ വൈഷ്ണയെ അറിയിച്ചിരിക്കുന്നു. നേരത്തെ സ്റ്റെഫിൻ പറഞ്ഞതുപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു വാർഡായി മുട്ടട മാറിയിരുന്നു. പ്രത്യേകിച്ചും കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക, ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക വന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ്. KS ശബരിനാഥും വൈഷ്ണയും അടക്കമുള്ളവരുടെ പേര് ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ആ സമയത്ത് തന്നെ വൈഷ്ണയുടെ പേര് സജീവ ചർച്ചയാവുകയും മാധ്യമങ്ങളിലടക്കം നിരന്തരം വാർത്ത വരികയും ചെയ്തു. അതിന് പിന്നാലെയാണ് വൈഷ്ണവിയുടെ പേര് പട്ടികയിൽ നിന്നും, വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പരാതി എത്തുന്നത്. വൈഷ്ണവിയുടെ വീട്ട് നമ്പർ സംബന്ധിച്ച ചില പ്രശ്നങ്ങളായിരുന്നു അവർ ചൂണ്ടിക്കാണിച്ചത്. ആ വീട്ട് നമ്പർ വൈഷ്ണവിയുടേതല്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതൊരു ക്ലറിക്കൽ മിസ്റ്റേക്ക് ആണെന്നുള്ള വാദമാണ് കോൺഗ്രസ് തുടക്കം മുതലേ ഉന്നയിച്ചിരുന്നത്. അഭിഭാഷകനായ മൃദുലാണ് ഈ കേസിൽ വൈഷ്ണയ്ക്കായുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തുന്നത്. എന്തായാലും മത്സരിക്കാമെന്നൊരു തീരുമാനം അതോടുകൂടി അതിശക്തമായ ഒരു മത്സരത്തിലേക്ക് മുട്ടട എന്ന് പറയുന്ന വാർഡ് മാറുകയാണ്. കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് കാര്യമായ സ്വാധീനം ഉണ്ടാക്കാൻ പറ്റാതെ പോയിരുന്ന ഒരു സ്ഥലമാണ് മുട്ടട. CPM-ന് സാധാരണ നിലയിൽ എളുപ്പത്തിൽ വിജയിച്ചു വരാൻ കഴിയുന്ന ഒരു വാർഡ്. അങ്ങനെയുള്ള വാർഡാണ് വലിയ ചർച്ചയാവുകയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ, UDF സ്ഥാനാർത്ഥിയുടെ പേര്
വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തത്. ഇത്തരത്തിലുള്ള നിയമ പോരാട്ടങ്ങൾ നടക്കുമ്പോഴും മത്സരിക്കാൻ കഴിയുമോ എന്നോ ഉറപ്പില്ലാതിരുന്ന ഘട്ടത്തിലും വൈഷ്ണവിയുടെ ഭാഗത്തു നിന്നും തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും അവരിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ ഹിയറിംഗിലായാൽ പോലും മറ്റിടങ്ങളിലായാലും ഈ പേരില്ല എന്നുള്ള വിഷയത്തിൽ CPM അവര് ഉറച്ചു തന്നെ നിൽക്കുകയായിരുന്നു. ഇനി അതൊന്നും പറഞ്ഞിട്ട് പ്രത്യേകിച്ച് കാര്യമില്ലല്ലോ. അതായത് ഒരു സാങ്കേതികമായിട്ടുള്ള പ്രശ്നത്തിന് പേരിൽ മത്സരിക്കണം എന്നുള്ള ഒരു അവകാശത്തെ തുടച്ചു നീക്കാനാകില്ല എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി പോലും ആ ഒരു പരാമർശം മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തെ ഇടത് ഇനി കൈകാര്യം ചെയ്യാൻ പോകുന്നത്? എത്രത്തോളം കടുപ്പമാകും ഇനി മുട്ടടയിലെ മത്സരം? തിരുവനന്തപുരം കോർപ്പറേഷനിൽ CPMന്റെ അല്ലെങ്കിൽ ഏറ്റവും വലിയ ഇടത് കോട്ട എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വാർഡാണ് മുട്ടട എന്ന് പറയുന്നത്. മാത്രമല്ല കഴിഞ്ഞ തവണ കൗൺസിലറായിരുന്ന ഏറ്റവും ജനകീയനായ കൗൺസിലറായിരുന്ന ആളുകളിൽ ഒരാളാണ് അംശു വാമദേവൻ. അംശുവിനെയാണ് ഇത്തവണ മുട്ടടയിൽ CPM പ്രഖ്യാപിച്ചിരിക്കുന്നത്. അംശു മത്സരിക്കുമ്പോൾ തന്നെ സ്വാഭാവികമായും അവിടെ ഒരു വിജയം ഉറപ്പിച്ചാണ് ഇടതുപക്ഷം കളത്തിലേക്ക് ഇറങ്ങിയത്. അംശുവിന് വലിയ ജനസ്വീകാര്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ്. സൗമ്യനായ ഒരു നേതാവ് എന്നുള്ള നിലയിലാണ് CPM അംശുവിനെ അവതരിപ്പിക്കുന്നത്. ആളുകൾക്കിടയിലും വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ഒരാൾ. അങ്ങനെ ഒരാൾ മത്സരിക്കുമ്പോൾ കാര്യമായ മത്സരമില്ലാതെ UDFന്റെ സ്ഥാനാർത്ഥി ആരാണെങ്കിലും കാര്യമായ മത്സരമില്ലാതെ വിജയിച്ചു വരാൻ കഴിയും എന്നുള്ളതായിരുന്നു LDFന്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്കാണ് വൈഷ്ണയെ നിയോഗിക്കുന്നത്. വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അവിടെ വലിയ ചർച്ചയായി മാറി. മാത്രമല്ല വൈഷ്ണവയുടെ പ്രതികരണങ്ങളും മറ്റുമൊക്കെ സമൂഹ മാധ്യമങ്ങളിലടക്കം വലിയ തോതിൽ വൈറലാകുന്ന സാഹചര്യവും ഉണ്ടായി. അതിനിടയിലാണ് ഇത്തരം നിയമ പ്രശ്നങ്ങൾ ഉയർന്നു വരുന്നതും വൈഷ്ണയ്ക്ക് മത്സരിക്കാനാകുമോ എന്നൊരു ചോദ്യം ഉയരുന്നതും. കഴിഞ്ഞ ദിവസം നമ്മൾ ഇതിൽ എടുത്തു കാണേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തോട് വൈഷ്ണ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ BJPയുടെ സ്ഥാനാർത്ഥി എത്തുകയും BJPയുടെ സ്ഥാനാർത്ഥി വൈഷ്ണയ്ക്ക് ആശംസ അർപ്പിച്ച് പോവുകയും ചെയ്യുന്നത്. വൈഷ്ണയുടെ ഒപ്പം ദൈവം ഉണ്ടാകും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ പരാമർശം. അത്തരത്തിലുള്ള പിന്തുണ വൈഷ്ണയ്ക്ക് ലഭിക്കുന്നുണ്ട്. വൈഷ്ണയെ മനഃപൂർവ്വം മാറ്റി നിർത്താനുള്ള ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രചരണായുധമായി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്.